on what we think. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന പാഠത്തിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ദ ക്യാമ്പ് ഇൻവോൾവ്ഡ് എ സെഷൻ എവറി മോർണിംഗ് ആൻഡ് ഈവനിങ് അറ്റ് ശിവാജി പാർക്ക്. അപ്പോൾ സച്ചിന് ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ക്യാമ്പിൽ 2 സെഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് രാവിലെയാണ്, മറ്റൊന്ന് വൈകുന്നേരമാണ്. ഈ രീതിയിലാണ് ക്യാമ്പിൻ്റെ ക്രമീകരണം ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെയുള്ള സെഷനും അതുപോലെ വൈകുന്നേരമുള്ള സെഷനും ശിവാജി പാർക്കിൽ വെച്ചായിരുന്നു ഈ ക്യാമ്പ് നടത്തിയിരുന്നത്. I would practice between 7:30 AM and 10:30 AM in the morning. അപ്പോൾ രാവിലത്തെ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാവിലത്തെ സെഷൻ എന്ന് പറയുന്നത് 7:30 മുതൽ 10:30 വരെയാണ്. I would practice between 7:30 AM and 10:30 AM in the morning. Then I would come back in the afternoon and practice till late evening. അങ്ങനെ രാവിലത്തെ സെക്ഷന് ശേഷം തിരിച്ചു വന്ന് പിന്നെ വൈകുന്നേരത്തെ സെഷന് വീണ്ടും ശിവാജി പാർക്കിൽ എത്തുന്നു. ഈ ഒരു രീതിയിലായിരുന്നു ക്യാമ്പിൻ്റെ പ്രവർത്തനം. The schedule was rigorous and I would be exhausted by the end of the day. ഇവിടെ റിഗറസ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. റിഗറസ് എന്ന് വെച്ചാൽ വളരെ കഠിനമായത് എന്നാണ് അർത്ഥം. അതുപോലെ എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ ക്ഷീണിതനാവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ കഠിനമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. വൈകുന്നേരം ആകുമ്പോഴേക്കും സച്ചിൻ ആകെ തളർന്നു പോകാറുണ്ടായിരുന്നു. Traveling to Shivaji Park took 40 minutes from my house in Bandra and I had to catch an early morning bus to make it on time. അപ്പോൾ രാവിലെ ഈ പറയുന്ന 7:30 എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായി അല്ലായിരുന്നു. കാരണം ശിവാജി പാർക്കിലേക്ക് സച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്താൽ ആണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുക. അത്രയും ദൂരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബസ്സിനാണ് സച്ചിൻ പോയിക്കൊണ്ടിരുന്നത്. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അജിത് അക്കമ്പനീഡ് മീ. അപ്പോൾ നമ്മളിവിടെ മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അജിത്ത് സച്ചിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന്. അപ്പോൾ അജിത്ത് ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ സച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അക്കമ്പനീഡ് മീ ടു ഗെറ്റ് മീ യൂസ് ടു ദ റൊട്ടീൻ, അല്ലേ? അപ്പോൾ ഈ ഒരു റൊട്ടീൻ അല്ലെങ്കിൽ സ്ഥിരം കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതി, അതുമായിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അജിത്ത് ആദ്യത്തെ കുറച്ച് ദിവസം സച്ചിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് ദ ബസ് ജേർണി ഹി വുഡ് ടോക്ക് ടു മീ അബൌട്ട് ദ ന്യൂആൻസസ് ഓഫ് ബാറ്റിംഗ്, അല്ലെ? ബാറ്റിങ്ങിൻ്റെ പല രീതികളെക്കുറിച്ചും അതിൻ്റെ ഡിഫറൻസിനെ കുറിച്ചുമൊക്കെ ഈ യാത്രകളിൽ അജിത്ത് സച്ചിനോട് സംസാരിക്കുമായിരുന്നു. ആൻഡ് ഐ ഓൾവേസ് എൻജോയ്ഡ് ദിസ് കോൺവെർസേഷൻസ് എ ലോട്ട്. ഇൻ ഫാക്ട് ദ വൺ തിങ് ദാറ്റ് ഐ ഹാവ് കെപ്റ്റ് വിത്ത് മീ ഓൾ മൈ കരിയർ ഈസ് എ നോട്ട് ദാറ്റ് അജിത്ത് ഗവ് മീ കണ്ടെയ്നിങ് സം തോട്ട്സ് അബൌട്ട് ബാറ്റിംഗ്. അപ്പോൾ അജിത്ത് വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു സച്ചിന്. ഈ യാത്രകളിൽ അജിത്ത് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ സച്ചിൻ ചെറിയ ഒരു നോട്ടിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു. അത് എപ്പോഴും സച്ചിൻ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇറ്റ് സെർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. സച്ചിൻ്റെ കോച്ചിങ് മാനുവലായിരുന്നു ആ എഴുതി വെച്ച നോട്ട്സ്, അജിത്ത് പറഞ്ഞു തന്ന കാര്യങ്ങൾ. അടുത്ത ഒരു പാരഗ്രാഫിൽ സച്ചിൻ നേരിട്ട കുറേ പ്രശ്നങ്ങളും എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെയൊക്കെ സച്ചിൻ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ മനസ്സിലാക്കാൻ കഴിയുക. ആസ് എ ചൈൽഡ് ഐ ഹാഡ് ഓൺലി 1 സെറ്റ് ഓഫ് ക്രിക്കറ്റ് ക്ലോത്ത്സ്, അല്ലേ? ഒരു സെറ്റ് ക്രിക്കറ്റ് ക്ലോത്ത് മാത്രമേ സച്ചിൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന രാവിലത്തെ സെക്ഷനും ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ആൻഡ് ദ റുട്ടീൻ വാസ് ടു വാഷ് ദം ആസ് സൂൺ ആസ് ഐ ഹാഡ് റിട്ടേൺ ഫ്രം ദ മോർണിംഗ് സെഷൻ. അപ്പോൾ സാധാരണ ചെയ്യാറുണ്ടായിരുന്ന ഒരു റുട്ടീൻ, ഒരു രീതി എന്ന് പറഞ്ഞാൽ രാവിലത്തെ സെഷൻ കഴിഞ്ഞ് വന്ന ഉടനെ ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അലക്കി ഉണങ്ങാനിടും. From the morning session, while I had my lunch, the clothes would dry out in the sun and I would wear them again in the afternoon. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം ഈ ക്ലോത്ത്സ് ഒക്കെ ഒന്ന് ഉണങ്ങും. അപ്പോൾ അത് വീണ്ടും എടുത്തിട്ട് അങ്ങനെയാണ് ഉച്ച കഴിഞ്ഞുള്ള വൈകുന്നേരത്തെ സെക്ഷന് സച്ചിൻ എത്തിക്കൊണ്ടിരുന്നത്. The pattern was repeated in the evening so that I could use the same set of clothes the following morning.
ഇനി രണ്ടാമത്തെ ഉച്ച കഴിഞ്ഞുള്ള സെഷൻ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം വീണ്ടും ആ വസ്ത്രങ്ങൾ അലക്കിയിട്ടിരുന്നു. കാരണം നാളെ അടുത്ത ദിവസം രാവിലെ വീണ്ടും അത് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ എന്താണ്, വേർപ്പൊക്കെ ആയി ആകെ മുഷിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളാണ്. അത് വന്ന ഉടനെ തന്നെ അലക്കിയിടും. അപ്പോൾ രാവിലെയും അതുപോലെ വൈകുന്നേരവും ഈ ഒരു പാറ്റേൺ, ഈ ഒരു രീതിയാണ് സച്ചിൻ ഫോളോ ചെയ്തിരുന്നത്. കാരണം സച്ചിന് ആകെ ഒരു സെറ്റ് ക്രിക്കറ്റ് ക്ലോത്ത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So that I could use the same set of clothes in the following morning. The system worked well. അപ്പോൾ ഒരു ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ, വാട്ട് ഈസ് ദ സിസ്റ്റം മെൻഷൻഡ് ഹിയർ? ഇവിടെ പറഞ്ഞ ഈ ഒരു സിസ്റ്റം എന്താണ്? ഈ സിസ്റ്റം നന്നായി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സിസ്റ്റം? രാവിലെ വന്നതിന് ശേഷം വസ്ത്രങ്ങൾ അലക്കിയിടുക, അതുപോലെ വൈകുന്നേരം വന്നതിന് ശേഷം വസ്ത്രങ്ങൾ അലക്കിയിട്ട് അടുത്ത ദിവസം അത് ഉപയോഗിക്കുക. ഈ ഒരു സിസ്റ്റമാണ് സച്ചിൻ ചെയ്തിരുന്നത്. അപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ്, അല്ലേ? അപ്പോൾ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തു. പക്ഷേ പോക്കറ്റിൻ്റെ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പോക്കറ്റിലെ പ്രശ്നം? ഈ പോക്കറ്റ് ഭാഗം ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കും. ഈ പറഞ്ഞ സമയം കൊണ്ട് പോക്കറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. ദർ വാസ് നെവർ ക്വയറ്റ് ഇനഫ് ടൈം ഫോർ ദ പോക്കറ്റ്സ് ടു ഡ്രൈ ഔട്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ ഈ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങും, പക്ഷേ പോക്കറ്റിൻ്റെ ഭാഗം മാത്രം ശരിയായിട്ട് ഉണങ്ങാൻ കുറച്ചുകൂടി സമയം വേണം. പക്ഷെ അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് പോക്കറ്റ് എപ്പോഴും നനഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു. ആൻഡ് ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പ് ഐ പ്ലേഡ് വിത്ത് വെറ്റ് പോക്കറ്റ്സ്. അങ്ങനെ ആ നനഞ്ഞ പോക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ്, അപ്പോൾ വസ്ത്രത്തിൽ ആ നനഞ്ഞ പോക്കറ്റൊക്കെ സഹിച്ചുകൊണ്ടാണ് സച്ചിൻ ഈ മത്സരങ്ങളിലൊക്കെ പ്രാക്ടീസ് സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ബൈ ദ മിഡിൽ ഓഫ് ദ സമ്മർ ക്യാമ്പ് സാർ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ മൈ ബാറ്റിംഗ്. അങ്ങനെ ഈ സമ്മർ ക്യാമ്പിൻ്റെ ഏകദേശം പകുതിയായപ്പോഴേക്കും സാറിന് കാര്യങ്ങൾ മനസ്സിലായി. നല്ല രീതിയിൽ ഇവനൊരു ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ സാറിൻ്റെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അജിത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇൻഫോംഡ് അജിത് ദാറ്റ് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗുഡ് ക്രിക്കറ്റർ ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഓൾ ഇയർ റൗണ്ട്, അല്ലേ? അപ്പോൾ അജിത്തിനോട് പറഞ്ഞ കാര്യം എന്താണ്? നല്ല കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ഈ വർഷം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള ഒരു കഴിവ് അവനുണ്ട് എന്നൊക്കെ സാറ് അജിത്തിനോട് അഭിപ്രായപ്പെട്ടു. However, my school, the new English school in Bandra, did not have cricket facilities, and Sir was keen for me to change schools if I wanted to pursue cricket seriously. Pursue എന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വേണ്ടത്ര ഒരു പരിശീലനം ഇപ്പോൾ സച്ചിൻ പഠിക്കുന്ന ന്യൂ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആശ്രയക്കർ സാർ സച്ചിനോട് പറഞ്ഞ ഒരു കാര്യം എന്താണ്? സ്കൂള് മാറാൻ പറഞ്ഞു, അല്ലേ? ശാരദാശ്രം വിദ്യാമന്ദിർ സാറിൻ്റെ സ്കൂളിലേക്ക് മാറ്റം വാങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ക്രിക്കറ്റിന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. One evening, Sir called my father and put forward his suggestion. അപ്പോൾ ഇവിടെ ഒരു ഫ്രേസൽ വെർബാണ് പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ നിർദ്ദേശം നൽകുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു ദിവസം സാറ് വിളിച്ച് കൃത്യമായ നിർദ്ദേശം സച്ചിൻ്റെ ഫാദറിനോട് പറഞ്ഞു. അജിത് വാസ് ഇൻ ദ റൂം വിത്ത് മൈ ഫാദർ അറ്റ് ദ ടൈം ആൻഡ് ദേ ബോത്ത് അക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി. അപ്പോൾ അവർ രണ്ടുപേരും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. സ്കൂൾ മാറുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി, അപ്പോൾ ക്രിക്കറ്റിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യം ഇവർ രണ്ടുപേരും അംഗീകരിക്കുകയും ചെയ്തു. My father sat me down and explained that while he did not have any objections to my changing schools, I should do so only if I was really serious about playing cricket. അപ്പോൾ അതിന് യാതൊരുവിധ ഒബ്ജക്ഷൻസും എതിർപ്പുകളൊന്നും സച്ചിൻ്റെ ഫാദർ പറഞ്ഞില്ല. സച്ചിൻ്റെ അടുത്ത് വന്ന് അവനോട് സംസാരിച്ചു. അവനോട് പറഞ്ഞു, നീ സീരിയസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ മാറാം. ഇഫ് യു ആർ റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ഐ അഷ്വേർഡ് ഹിം ഐ വാസ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകി ഞാൻ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ആൻഡ് സോ ഇറ്റ് വാസ് എഗ്രീഡ് ആൻഡ് ഐ ഷുഡ് മൂവ് ടു ശാരദാശ്രം വിദ്യാമന്ദിർ. അങ്ങനെയാണ് സച്ചിൻ തൻ്റെ പഴയ സ്കൂളിൽ നിന്ന് ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന് പറയുന്ന ആച്രേക്കർ സാർ ട്രെയിനിങ് കൊടുക്കുന്ന സ്കൂളിലേക്ക് എത്തിയത്. Where Achrekar sir was the cricket coach, all my excess energies were getting channeled into cricket. അപ്പോൾ സച്ചിൻ പറയുകയാണ്, എൻ്റെ എക്സസ് എനർജി, അല്ലെ, അമിതമായിട്ടുള്ള എനർജി എല്ലാം ഈ ഒരു ക്രിക്കറ്റിൻ്റെ ഫീൽഡിലേക്ക് ചിലവാകാൻ തുടങ്ങി. വിച്ച് ആക്റ്റഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൾവ്.
സേഫ്റ്റി വാൽവ് എന്ന് വെച്ചാൽ എന്താണ്, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് തുറന്നു വിടാനുള്ള ഒരു വാൽവ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാൽവായിരുന്നു എനിക്ക് ക്രിക്കറ്റിലേക്കുള്ള അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്. അപ്പോൾ എല്ലാ എനർജിയും അതിനു വേണ്ടി പൂർണ്ണമായും 100% തൻ്റെ എനർജി മുഴുവൻ അതിനായിട്ട് ചെലവഴിക്കാൻ സച്ചിന് കഴിഞ്ഞു. മൈ ഫാദർ ഓൾവേസ് സെഡ് ദാറ്റ് ഓൾ ഹി വാണ്ടഡ് മീ ടു ഡു വാസ് ഗിവ് ഇറ്റ് മൈ ബെസ്റ്റ് എഫർട്ട് വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദ റിസൾട്ട്സ്. അച്ഛൻ കൊടുത്തൊരു ഉപദേശം, നല്ലൊരു ഉപദേശമാണ്. എന്താണ്? ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഏറ്റവും ബെസ്റ്റായിട്ട് എത്ര നന്നായിട്ട് ചെയ്യാൻ കഴിയുമോ അത്രയും നന്നായിട്ട് ചെയ്യുക. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഫലം എന്ത് തന്നെ ആവട്ടെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് അദ്ദേഹം സച്ചിനെ ഉപദേശിച്ചത്. In my first year at Sharadashram, I played 55 practice matches during the summer break of 60 days. അപ്പോൾ ഒരു ദിവസം പോലും സച്ചിൻ മര്യാദയ്ക്ക് വിശ്രമിച്ചിട്ടില്ല എന്ന് പറയാം. 60 ദിവസം ഉണ്ടായിരുന്ന ആ സമ്മർ വെക്കേഷൻ സമയത്ത് ഉണ്ടായിരുന്ന സമ്മർ ക്യാമ്പിൽ അതിൽ ഏകദേശം 55 മത്സരങ്ങളിൽ സച്ചിൻ പങ്കെടുത്തു, സച്ചിൻ കളിച്ചു. ശാരദാശ്രം വിദ്യാമന്ദിറിൽ വന്നതോടുകൂടി ക്രിക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. മൈ സമ്മർ സെഷൻ യൂസ് ടു സ്റ്റാർട്ട് അറ്റ് 7:30 AM ആൻഡ് എൻഡ് അറ്റ് 4:30 PM. അപ്പോൾ ഈ സമ്മർ സെഷൻസ് വളരെ വ്യത്യസ്തമായിരുന്നു. ഈ സമ്മർ സെഷൻസ് തുടങ്ങുന്നത് രാവിലെ 7:30 അത് തീരുന്നത് 4:30 ആയിരുന്നു. മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട് അറ്റ് 5 PM. അപ്പോൾ അതിനുശേഷം മോർണിംഗ് സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുന്നത് 5 മണിക്കാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 4:30 കഴിഞ്ഞാൽ ആകെ 5 മണി, അരമണിക്കൂറാണ് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. Only 30 minutes break. During the break, sir would often give me some money to go and have a vada pav, a popular Mumbai fast food. അപ്പോൾ സാറ് സച്ചിന് നല്ല വിശപ്പൊക്കെ ഉണ്ടാകും, ഭക്ഷണം ഒന്നും കഴിക്കാനുള്ള, നന്നായിട്ട് കഴിക്കാനോ വിശ്രമിക്കാനോ ഉള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ അരമണിക്കൂർ ഗ്യാപ്പിൽ സാർ അവന് കുറച്ച് പണമൊക്കെ നൽകാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോയി സച്ചിൻ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭക്ഷണം, വടപ്പാവ് എന്ന് പറയുന്ന ആ ഭക്ഷണം അത് വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. ബിറ്റ്വീൻ 5 PM ആൻഡ് 7 PM ഐ വുഡ് ഹാവ് 5 more നെറ്റ് സെക്ഷൻ. അങ്ങനെ തീർന്നില്ല. 5 മണിക്ക് തുടങ്ങി 5 മണി മുതൽ 7 മണി വരെ 5 നെറ്റ് സെഷൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതിൻ്റെ അവസാനത്തെ 15 മിനിറ്റാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും തീവ്രമായ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനത്തെ 15 മിനിറ്റാണ്. അപ്പോൾ അവസാനത്തെ ആ 15 മിനിറ്റ് ട്രെയിനിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സാർ വുഡ് പ്ലേസ് എ 1 rupee കോയിൻ ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാമ്പ്സ് ആൻഡ് ഇഫ് ഐ മാനേജ് ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട് ദ കോയിൻ വാസ് മൈൻ. അപ്പോൾ സാറ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ ഒരു തൊട്ട് അത് ഈ ക്രിക്കറ്റ് സ്റ്റമ്പിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് അത് സച്ചിൻ ബാറ്റ് ചെയ്യണം. ബാറ്റ് ചെയ്ത് ഔട്ടാവാൻ പാടില്ല. അപ്പോൾ ഔട്ടാവാതെ ആ മുഴുവൻ സെഷൻ സച്ചിൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 1 രൂപ തൊട്ട് സച്ചിന് സ്വന്തമായി എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് രീതിയാണ് ആച്ചരക്കർ സാറ് ചെയ്തിരുന്നത് ഇൻ ദിസ് സെഷൻ. അപ്പോൾ അത്ര എളുപ്പമല്ല, ഔട്ടാവാതിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം ഈ ഒരു സെഷനിൽ ആ ക്യാമ്പിലുള്ള എല്ലാ ബൗളേഴ്സും ബൗൾ ചെയ്യും. Every bowler in the camp would come and bowl to me with some 60 to 70 boys fielding. അപ്പോൾ വളരെ ടൈറ്റായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സെഷനാണ് ഈ അവസാനത്തെ 15 മിനിറ്റ് സെഷൻ എന്ന് പറയുന്നത്. ഈ സെഷനിൽ എല്ലാ ബൗളേഴ്സിനോടും ബൗൾ ചെയ്യാൻ പറയും. അതുപോലെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരോടും ഫീൽഡിങ്ങിന് നിൽക്കാൻ പറയും. അപ്പം ഏകദേശം ഇവിടെ നോക്കുക, 60 to 70 ബോയ്സ് അല്ലേ, 60-70 കുട്ടികളാണ് ഫീൽഡിങ്ങിൽ ഉണ്ടാവുക. സാധാരണ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ 11 ആളുകളാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ 60-70 ആളുകളെ നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ ഔട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് കളിച്ചാൽ മാത്രമേ ഔട്ടാവാതെ ഇരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നല്ലൊരു ട്രെയിനിങ് ആണത്. ഇറ്റ് മെൻറ്റ് ഐ ഹാവ് ടു ഹിറ്റ് എവറി ബോൾ അലോങ് ദ ഗ്രൗണ്ട് ടു സർവൈവ്. അപ്പോൾ ഒരിക്കലും ബോൾ പൊന്തിച്ചടിക്കാൻ പറ്റില്ല, കാരണം പൊന്തിച്ചടിച്ചാൽ ഔട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലുള്ള ബോൾ വന്നാലും അത് ഗ്രൗണ്ട് ഷോട്ടായിട്ട് കളിക്കുക. എന്നിട്ട് ആ 15 മിനിറ്റ് പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ആണ് സച്ചിന് നൽകിക്കൊണ്ടിരുന്നത്. വിന്നിങ് ദ 1 rupee കോയിൻ യൂസ് ടു ഗിവ് മീ ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ ഒരു പണം കിട്ടുക എന്നുള്ളത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി സച്ചിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള, ഏറ്റവും ടഫായിട്ടുള്ള ഒരു അവസരത്തിലും ടെൻഷൻ ഇല്ലാതെ കളിക്കാൻ
അല്ലേ, ആ ഒരു കോൺഫിഡൻസ് സച്ചിന് നേടിക്കൊടുത്തത് ഈ 15 മിനിറ്റുള്ള ഈ ഒരു ട്രെയിനിങ് ആണ്. കോൺസെൻട്രേറ്റ് ഈവൻ വെൻ ഫിസിക്കലി ഡ്രെയിൻഡ് എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിലും എങ്ങനെ മാക്സിമം കോൺസെൻട്രേഷനോടുകൂടി ഔട്ടാവാതെ കളിക്കാം എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് സച്ചിൻ അവിടെ കിട്ടിയിരുന്നത്. At the end of it all, sir would tell me to run 2 full circuits of Shivaji Park with my pads and gloves on. ഇനി തീർന്നില്ല, ഈ 15 മിനിറ്റ് കഴിഞ്ഞാൽ അതിന് ശേഷം 2 റൗണ്ട് ഈ ശിവാജി പാർക്ക് എന്ന് പറയുന്ന വലിയ ഒരു പാർക്ക്, ആ മൊത്തം ഗ്രൗണ്ട് 2 തവണ ഓടണം. സാധാരണ രീതിയിൽ ഓടുകയല്ല, ക്രിക്കറ്റ് പാഡും ഗ്ലൗസും എല്ലാം ഇട്ട് ആ ഒരു വേഷത്തിൽ തന്നെ 2 റൗണ്ട് ഈ ഒരു ഗ്രൗണ്ടിലൂടെ ഓടാനും ആവശ്യപ്പെടുമായിരുന്നു. അപ്പോൾ അതും കൂടെ ഓടിക്കഴിയുമ്പോഴത്തേക്കും ആകെ തളർന്ന് അവശനായി പോകാറുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ ട്രെയിനിങ് ആൻഡ് ഐ വുഡ് ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അല്ലേ, എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ തളർന്ന് ക്ഷീണിതനാവുക, അല്ലേ, പിന്നെ ശരീരത്തിൽ ഒരു എനർജിയും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ ഹി വിൽ ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. ഇറ്റ് വാസ് എ റൊട്ടീൻ ഐ വുഡ് റിപ്പീറ്റ് റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ്. അങ്ങനെ സമ്മർ ഹോളിഡേയ്സിലെ മുഴുവൻ ദിവസവും ഈ ഒരു റൊട്ടീനാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും സച്ചിനെ ഒരു നല്ല ഒരു ബാറ്റ്സ്മാനാക്കി മാറ്റിയത്. ഇറ്റ് ഹെൽപ്ഡ് മീ ടു ബിൽഡ് അപ്പ് മൈ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. അപ്പോൾ ശാരീരികമായും മാനസികമായിട്ടും ഉള്ള ഒരു ആരോഗ്യം സച്ചിൻ നേടിയെടുത്തത് ഈ സമ്മർ ട്രെയിനിങ്ങിലൂടെയാണ്. Occasionally, my father came to take me home and I would always ask him to treat me to a special fruit cocktail at a juice center near the club. അപ്പോൾ ചിലപ്പോഴൊക്കെ സച്ചിൻ്റെ അച്ഛൻ ഇവിടെ ട്രെയിനിങ് കഴിയുന്ന സമയത്ത് സച്ചിനെ കൂട്ടാൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്തൊക്കെ സച്ചിൻ എന്തെങ്കിലും ഒക്കെ പ്രത്യേക ഫ്രൂട്ട് ജ്യൂസൊക്കെ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അച്ഛൻ എന്താണെങ്കിലും അവന് വാങ്ങിക്കൊടുക്കാറുമുണ്ടായിരുന്നു. വൈൽ ദിസ് റെഗുലർ ഡിമാൻഡ് വാസ് എ ലിറ്റിൽ അൺറീസണബിൾ. അപ്പോൾ ഇപ്പോൾ സച്ചിൻ പറയുകയാണ് അത് അത്ര നല്ലൊരു കാര്യമായിരുന്നില്ല ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ അച്ഛനാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ് കൂടുതൽ ചിലവ് ചെയ്യിക്കുക ഞാൻ ചെയ്തത് അത്ര ശരിയായ ഒരു കാര്യമല്ല എന്നാണ് സച്ചിൻ പറയുന്നത്. ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം ഐ ഡിഡ് നോട്ട് റിയലൈസ് ദാറ്റ് മൈ പേരൻറ്റ്സ് ഓൾസോ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ കാര്യം കൂടി അച്ഛന് ചെയ്യാനുണ്ടെന്നുള്ളത് മറന്നുകൊണ്ട് സച്ചിൻ എനിക്ക് ഇന്നത് വേണം ഇത് വേണം എന്നൊക്കെ വാശി പിടിക്കാറുണ്ടായിരുന്നു. മൈ ഫാദർ വുഡ് ഇൻവേരിയബ്ലി എൻഡ് അപ്പ് ഗിവിങ് മീ വാട്ട് ഐ വാണ്ടഡ്. അപ്പോൾ എന്ത് വന്നാലും ഇൻവേരിയബിളി എന്ന് വെച്ചാൽ വ്യത്യാസമൊന്നുമില്ലാതെ ഓരോ തവണ പറയുമ്പോഴും അതൊക്കെ എങ്ങനെയെങ്കിലും അദ്ദേഹം വാങ്ങിക്കൊടുക്കുമായിരുന്നു. വാട്ട് ഐ വാണ്ടഡ് ജസ്റ്റ് ടു സീ മീ ഹാപ്പി. സച്ചിനെ സന്തോഷവാനാക്കാൻ വേണ്ടി അതൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഓൺ അതർ ഡേയ്സ് വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ദ ശിവാജി പാർക്ക് ഓൺ മൈ ഓൺ ഐ വുഡ് ഓഫൻ ഫോൾ അസ്ലീപ്പ് ഓൺ ദ ബസ്. ഇനി അച്ഛൻ വരാത്ത ദിവസം സച്ചിൻ തന്നെയാണ് ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആകെ തളർന്ന് ക്ഷീണിതനായിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവാറുണ്ട്. ഐ വുഡ് ഓഫൺ ഫോൾ അസ്ലീപ്പ് ഓൺ ദ ബസ്. എങ്ങനെയാണെങ്കിൽ ഇഫ് ഐ മാനേജ് ടു സിറ്റ് ഡൗൺ, ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ പിന്നെ തീർച്ചയായിട്ടും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ എനിവൺ ഹു ഹാസ് ബീൻ ഓൺ എ മുംബൈ ബസ് അറ്റ് പീക്ക് അവേഴ്സ് വിൽ നോ ജസ്റ്റ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ഗെറ്റ് എ സീറ്റ്. പക്ഷേ ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഒരു പീക്ക് അവറാണ്. പീക്ക് അവർ എന്ന് വെച്ചാൽ തിരക്കുള്ള ഒരു സമയമാണ്. അപ്പോൾ തിരക്കുള്ള സമയത്ത് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സീറ്റ് കിട്ടിയാൽ അവിടെ ഇരുന്ന് ഉടനെ ഉറങ്ങിപ്പോവുകയും ചെയ്യും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ സീറ്റ്. ഓൺ ഡേയ്സ് വെൻ ഐ വാസ് ഇൻ സോ ലക്കി ഇറ്റ് വാസ് സ്റ്റിൽ എ ചലഞ്ച് ടു ജസ്റ്റ് ടു സ്റ്റാൻഡ് വിത്ത് ദ കിറ്റ് ബാഗ്. അപ്പോൾ ചില ദിവസം ഭാഗ്യമുള്ള ദിവസമൊക്കെ സീറ്റ് കിട്ടും, അല്ലാത്ത ദിവസം നിൽക്കേണ്ടി വരുന്ന സമയത്താണ് കുറേ പ്രശ്നങ്ങൾ വീണ്ടും നേരിടുന്നത്. അത് ഒരു വലിയ ചലഞ്ചായിരുന്നു. കാരണം സ്റ്റാൻഡ് വിത്ത് ദ കിറ്റ് ബാഗ് അല്ലേ. അപ്പോൾ എപ്പോഴും കയ്യിൽ ഈ ഒരു കിറ്റ് ബാഗ് ഉണ്ടാവും. ഈ ബാഗിലാണ് ക്രിക്കറ്റിൻ്റെ ബാറ്റ്, മറ്റ് സാധനങ്ങൾ, ഗ്ലൗസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടങ്ങിയ ഒരു ബാഗും കൂടി കയ്യിൽ ഉണ്ടാകും. ബിക്കോസ് ദ ബസ് കണ്ടക്ടേഴ്സ് വുഡ് ഇന്നെവിറ്റബിളി കംപ്ലെയിൻ അബൌട്ട് മീ ടേക്കിംഗ് അപ്പ് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചർ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാമായിട്ട് വരുമ്പോൾ പലപ്പോഴും ബസ്സിലെ കണ്ടക്ടേഴ്സ് വളരെ ക്രൂരമായ രീതിയിൽ സച്ചിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. It could be embarrassing because the conductors were often rude and would sometimes ask me to buy 2 tickets. അല്ലേ, അത് വളരെ എംബാരസിങ് അല്ലേ, നാണം കെടുത്തുന്ന ഒരു വർത്തമാനമാണ് പല കണ്ടക്ടർമാരും പറയുക. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമായിരുന്നു. കാരണം ചില കണ്ടക്ടേഴ്സ് വളരെ
എന്താണ് അപമര്യാദയായിട്ട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ചിലപ്പോഴൊക്കെ അവർ ഈ ഒരു കിറ്റ് ബാഗിന് ഒരു ടിക്കറ്റ് എടുക്കുക, അങ്ങനെ 2 ടിക്കറ്റ് എടുക്കാനൊക്കെ സച്ചിനോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. സംടൈംസ് they would ask me to buy 2 tickets. I didn't have the money for a second ticket. അപ്പോൾ സച്ചിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ടിക്കറ്റിനുള്ള പൈസ മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ കേട്ട് സഹിച്ച് ഒക്കെ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. I didn't have the money for a second ticket and I had to learn to talk these remarks in my stride. To take these remarks in my stride. പിന്നീട് അത് പരിചയമായി. സ്ഥിരമായിട്ട് കേൾക്കുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും സങ്കടമൊന്നും തോന്നാറില്ല. ഡേർട്ടി ക്ലോത്ത്സ് ഓഫൻ ആഡഡ് ടു ദ എംബാരസ്മെൻറ്റ്. അതുപോലെ തന്നെ ഈ വൃത്തികെട്ട വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങളും ഒക്കെ കൂടുതൽ പ്രശ്നം വഷളാക്കി. വിത്ത് ടൈം ഐ ഇവോൾവ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിറ്റ് ബാഗ് അറൗണ്ട് മീ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു ബാഗ് സ്വന്തം ശരീരത്തിൽ തന്നെ ചുറ്റി കെട്ടിവെക്കുന്ന രീതിയിലുള്ള ഒരു രീതി സച്ചിൻ പരീക്ഷിച്ചു നോക്കി. ജസ്റ്റ് ആസ് ദ ഹെൽമെറ്റ് ആൻഡ് പാഡ്സ് ബിക്കം എ പാർട്ട് ഓഫ് മീ വൈൽ ബാറ്റിംഗ്. അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റും പാഡും ഒക്കെ വെക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റി ഈ കണ്ടക്ടർമാരുടെ ശല്യം കൊണ്ട്. സോ ദ കിറ്റ് ബാഗ് ബിക്കെയിം ആൻ എക്സ്റ്റൻഷൻ ഓഫ് മീ ഓൺ ദ ബസ്. അങ്ങനെ കിറ്റ് ബാഗ് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. I would often take the bus or train from Bandra to Church Gate and it was all a great learning experience. അങ്ങനെ ചില സമയത്ത് ബസ്സിലും ചില സമയത്ത് ബാന്ദ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റിലേക്ക് ട്രെയിൻ മാർഗവും യാത്ര ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഓൾ എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇതൊക്കെ നല്ലൊരു അനുഭവമായിട്ട് സച്ചിൻ കാണുകയാണ്. Even though I loved cricket, there were still occasional days when playing with my friends at home was such a fun that I would conveniently forget I was supposed to go to the nets. അപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ചിലപ്പോഴൊക്കെ പഴയ ഫ്രണ്ട്സ്, ചില കോളനിയിലെ ഫ്രണ്ട്സിൻ്റെ ക്രിക്കറ്റ് മാച്ചോ അല്ലെങ്കിൽ വേറെ 2 ക്ലബ്ബുകൾ തമ്മിലുള്ള മാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ സച്ചിൻ ഈ തൻ്റെ ക്യാമ്പിലെ കാര്യം മറന്ന് അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് അത് കാണാനൊക്കെ പോകാറുണ്ടായിരുന്നു. അത് കോച്ചിന് ആച്രേക്കർ സാറിന് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യവും അല്ലായിരുന്നു. ഐ വുഡ് കൺവീനിയൻ്റ്ലി ഫർഗെറ്റ് ഐ വാസ് സപ്പോസ് ടു ഗോ ടു ദി നെറ്റ്സ്. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസിൻ്റെ കാര്യം അങ്ങോട്ട് മറക്കും. ഇഫ് ഐ ഡിഡിൻ ടേൺ അപ്പ് എന്നുള്ളത് ഫ്രേസൽ വെർബാണ്, എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ സച്ചിൻ വന്നില്ലെങ്കിൽ ആച്രേക്കർ സാർ എന്താണ് ചെയ്യുക? ആച്രേക്കർ സാർ വുഡ് ജമ്പ് ഓൺ ടു ഹിസ് സ്കൂട്ടർ ആൻഡ് കം ടു ഫൈൻഡ് മീ. അപ്പോൾ അങ്ങനെ സച്ചിൻ സമയത്ത് എത്തിയില്ലെങ്കിൽ ആ ദിവസം ആച്രേക്കർ സാർ തൻ്റെ സ്കൂട്ടറിൽ സച്ചിനെ തേടി ഇറങ്ങുകയായി. സാർ വുഡ് സ്പോട്ട് മീ ഇൻ ദ മെലേ. മെലേ എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കൂട്ടമാണ്. അപ്പോൾ ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എന്നെ കൃത്യമായിട്ട് ആ സാറ് കണ്ടുപിടിക്കും. എന്നിട്ട് എന്നെ അവിടെ നിന്ന് വലിച്ച് പാർക്കിലേക്ക് കൊണ്ടുപോകും. and virtually drag me out. I would come up with excuses, but he would have none of it. അപ്പം ഞാൻ ചില എക്സ്ക്യൂസുകളൊക്കെ പറയും, പക്ഷേ അതൊന്നും സാറ് അംഗീകരിക്കില്ല. എന്നെ അവിടെ നിന്ന് പിടിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. ഹി വുഡ് ഗെറ്റ് മീ ടു ചേഞ്ച് ആൻഡ് ഹെഡ് ഓഫ് ടു ശിവാജി പാർക്ക്. അല്ലേ, പെട്ടെന്ന് തന്നെ എന്നോട് വസ്ത്രങ്ങളൊക്കെ മാറി ശിവാജി പാർക്കിലേക്ക് വേഗം എത്തിക്കോണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകും. ഓൺ ദ ഡ്രൈവ് ഹി വുഡ് ടെൽ മീ. അല്ലേ, അങ്ങനെ സ്കൂട്ടറിൽ കയറ്റി സച്ചിനെ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ പറയും, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഇനെയിൻ ഗെയിംസ് വിത്ത് ദീസ് കിഡ്സ്. ഇനെയിൻ എന്ന് വെച്ചാൽ ഫൂളിഷ് എന്നുള്ള അർത്ഥമാണ്. നീ ഇത്തരത്തിൽ കുട്ടികളുടെ കൂടെ കുട്ടിക്കളി കളിച്ചുകൊണ്ട് നടക്കേണ്ട ഒരാളല്ല. അങ്ങനെ നിൻ്റെ സമയം വേസ്റ്റ് ആക്കരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഇനെയിൻ ഗെയിംസ് വിത്ത് ദീസ് കിഡ്സ്. ക്രിക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റ്സ്. അല്ലേ, നിനക്ക് വേണ്ടി ക്രിക്കറ്റ് കാത്തിരിക്കുകയാണ്. പ്രാക്ടീസ് ഹാർഡ് ആൻഡ് സീ വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്ഫർ. അതിന് എന്താണ് നിനക്ക് നൽകാൻ കഴിയുക എന്നുള്ളത് നിനക്ക് കാണാൻ കഴിയും. ക്രിക്കറ്റ് എന്താണെന്നുള്ളത് നിനക്ക് ക്രിക്കറ്റിലൂടെ എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് നീ നേരിട്ട് കാണും. അതിനുവേണ്ടി നീ പ്രാക്ടീസ് ചെയ്യണം. ഇത്തരത്തിലുള്ള കുട്ടിക്കളികൾക്ക് പോകേണ്ട സമയമല്ല ഇത് എന്നൊക്കെ അദ്ദേഹം ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ ഹേറ്റഡ് ബീയിങ് ഡ്രാഗ്ഡ് ഓഫ്. അല്ലേ, ആ സമയത്ത് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സച്ചിന് ദേഷ്യമൊക്കെ തോന്നാറുണ്ടായിരുന്നു. ബട്ട് ആസ് ഐ ലുക്ക് ബാക്ക് ഐ ഫീൽ ഷീപ്പിഷ് അബൌട്ട് മൈ ആക്ഷൻസ്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച്, വലിയൊരു ക്രിക്കറ്റർ ആയതിനു ശേഷം സച്ചിൻ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഹി ഫീൽ ഷീപ്പിഷ് എന്ന് വെച്ചാൽ കുറ്റബോധം തോന്നുക, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് വിഷമം തോന്നുക. ഹി ഫീൽ ഷീപ്പിഷ് അബൌട്ട് മൈ ആക്ഷൻ ആൻഡ് ക്യാൻ ഓൺലി അഡ്മയർ ആച്രേക്കർ സാർസ് ഫാർ സൈറ്റഡ്നെസ്. ഇവിടെ ഫാർ സൈറ്റഡ്നെസ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഭാവിയിലെ കാര്യങ്ങൾ
കാണാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അച്രേക്കർ സാറിൻ്റെ ആ ഒരു കഴിവിനെ സച്ചിൻ അംഗീകരിക്കുകയാണ്. തൻ്റെ ഭാവി മുൻകൂട്ടി കാണാൻ സാറിന് സാധിച്ചു. Sir also punished me on one occasion when trying to teach me a very important lesson. അപ്പോൾ സാർ ഒരു ദിവസം ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു സച്ചിന്. I bunked my daily evening practice to watch an inter-school cricket match. അല്ലേ? അപ്പോൾ ഒരു ദിവസം സച്ചിൻ എന്ത് ചെയ്തു, തൻ്റെ ക്യാമ്പിൽ പോകാതെ ഒരു ദിവസം കട്ടടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഡെയിലി പ്രാക്ടീസിന് പോകാതെ പകരം 2 സ്കൂളുകൾ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് അല്ലേ, അപ്പോൾ ഒരു വലിയൊരു ഹാരമാണല്ലോ സ്വന്തം സ്കൂളും വേറൊരു സ്കൂളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് സച്ചിൻ പോയി. എന്നാൽ തന്നെ വന്ന് കണ്ടുപിടിക്കുമെന്ന് സച്ചിൻ വിചാരിച്ചില്ല. നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സർ വുഡ് ബി ദെയർ അല്ലെ, ആൻറ്റിസിപ്പേറ്റിംഗ് എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക. അപ്പോൾ സാർ അവിടെ വരുമെന്ന് സച്ചിൻ പ്രതീക്ഷിച്ചില്ല. ഹി വാസ് ആംഗ്രി ആൻഡ് ഹി സെഡ് ഇറ്റ് വാസ് ഇൻ ഫോർ മീ ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ ഫോർ അല്ലേ. സാറ് വളരെ ദേഷ്യപ്പെട്ടു ആ ദിവസം അല്ലേ. സാർ ദേഷ്യപ്പെട്ടുകൊണ്ട് സാറ് പറഞ്ഞ കാര്യം എന്താണ്, ഇറ്റ് വാസ് ഇൻ ഫോർ മീ ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ ഫോർ അല്ലേ. നീ മറ്റുള്ള ആളുകൾ കളിക്കുന്നത് കാണാൻ ഉള്ള ആളല്ല. ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഹാർഡ് ഇനഫ്, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് മീ പ്ലേ. നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളും നിൻ്റെ കളി കാണാൻ വേണ്ടി വരും. നീ അങ്ങോട്ട് കളി കാണാൻ പോകേണ്ട ആവശ്യം ഇല്ല. നിൻ്റെ കളി കാണാൻ വേണ്ടി ഇവിടുത്തെ അല്ല ലോകത്തിലെ മുഴുവൻ ആളുകളും എത്തുന്ന ഒരു ദിവസം വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാഡ് ഇറ്റ് ബി നോട്ട് ഫോർ സാർ ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ ഐ ടേൺഡ് ഔട്ട് ടു ബി അല്ലേ. ഇപ്പോൾ സാറിൻ്റെ ഈ ഒരു സപ്പോർട്ട് അല്ലെ, സാറിൻ്റെ ഈ ഒരു നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നല്ല ക്രിക്കറ്ററായി മാറില്ലായിരുന്നു. ഹി വാസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ അല്ലേ, വളരെ കൃത്യനിഷ്ഠയുള്ള നല്ല ഡിസിപ്ലിനൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. യാതൊരു വിധത്തിലും ഉഴപ്പാൻ ആരെയും സമ്മതിക്കാറില്ലായിരുന്നു. ആൻഡ് ഡിഡ് എവറിത്തിങ് ഹി കുഡ് ഫോർ മീ അല്ല, എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തന്നു. ഐ ഓവ് മൈസെൽഫ് ടു ഹിം, ഞാൻ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് സച്ചിൻ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്